വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനം. 1 കൊരിന്തോസ് 9:16. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സ്വമനസ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെയല്ലെങ്കിൽ മറ്റാരുടെയോ നിയോഗമനുസരിച്ചാണ് ഞാനത് ചെയ്യുന്നത്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സ്വമനസ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെയല്ലെങ്കിൽ മറ്റാരുടെയോ നിയോഗമനുസരിച്ചാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ പൗലോസ്ലീഹയുടെ ഒരു തിരുവചനമാണ് നമ്മൾ ഇപ്പോൾ വായിച്ച് കേട്ടത്. വിശുദ്ധ പൗലോസ്ലീഹ അദ്ദേഹത്തിൻ്റെ വലിയ ജീവിത അനുഭവത്തിൽ നിന്ന് എഴുതി വെച്ച ഒരു വചനമാണിത്. അദ്ദേഹം പറയുകയാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു എങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെൻ്റെ കടമയാണ്, അതെൻ്റെ ഒബ്ലിഗേഷനാണ്. അത് ഞാൻ ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുന്ന ഒരു ആനുകൂല്യമല്ല. എനിക്ക് സമയമുണ്ട്, നേരമുണ്ട്, എനിക്ക് ഔദാര്യമുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ പറ്റി, ഈശോയെ പറ്റി 4 പേരോട് പറയുന്നു, സുവിശേഷ വേല ചെയ്യുന്നു. അങ്ങനെയല്ല അത്. മറിച്ച് ഞാൻ ഈശോയ്ക്ക് വേണ്ടി സുവിശേഷ വേല ചെയ്യണം, അതൊരു കടമയാണ്. ഇപ്പം ഞായറാഴ്ച പള്ളിയിൽ പോകണം എന്നുള്ളതൊരു കടമയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത്, ദൈവത്തെ ആരാധിക്കണം, അതൊരു കടമയാണ്. അത് ചെയ്തേ പറ്റൂ. ഇറ്റ് ഈസ് എ നെസസിറ്റി. അതൊരു ആവശ്യകതയാണ്. അത് ചെയ്തേ പറ്റൂ. മസ്റ്റാണത്. അതുപോലെ മസ്റ്റായിട്ട് തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യം പൗലോസ്ലീഹ പറയുക ഇതാണ്: സുവിശേഷം പ്രഘോഷിക്കുക, സുവിശേഷ പ്രഘോഷണം, പ്രേക്ഷിത പ്രവർത്തനം. അത് നമ്മുടെയൊക്കെ കടമയാണ്. ഇനി അങ്ങനെ ആ കടമ നിർവഹിച്ചില്ലെങ്കിലോ? ആ കടമ നിർവഹിച്ചില്ലെങ്കിൽ പണിഷ്മെൻ്റ് ഉണ്ട്. അതാണ് പറയുക, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നാണ് പറയുക. ദുരിതം, ആ വാക്ക് ശ്രദ്ധിക്കണം. ദുരിതം അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ദുഃഖം, വിഷമം, വേദന, സങ്കടം, അപകടം, ദുരന്തം, അതിൻ്റെ മാക്സിമത്തിൽ നമ്മൾ പറയുന്നൊരു വാക്കാണ് ദുരിതം. ഇനി മലയാളത്തിലായാലും വിട്ട് ഒരു വാക്ക് ഈ ഒരു കാര്യത്തെ, ഒരു വ്യക്തിയുടെ തകർച്ചയെ പറ്റി പറയാനില്ല. ദുരിതം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ ദുരിതം. എന്നിട്ട് പറയാണ്, ഞാൻ സ്വമനസ്സായത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. ആരെങ്കിലും നിർബന്ധിച്ചിട്ട് ചെയ്യണം എന്ന് നിർബന്ധിച്ച് ചെയ്യലല്ല. സ്വമനസ്സ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത് വരണം. ഞാൻ സ്വമനസ്സ ആ സുവിശേഷ വേലയിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വചനം വായിക്കുമ്പോൾ കുറേ വ്യക്തികളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ജീവിതത്തിലെ തകർച്ചകളുടെ, ദുരിതങ്ങളുടെ, ദുഃഖത്തിൻ്റെ ഒരു കാരണം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലായി കാണും. എന്തായിരിക്കും അത്? നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് സുവിശേഷം അറിയാം. എന്താണ് സുവിശേഷം? യേശുവാണ് നമ്മൾ പ്രസംഗിക്കേണ്ട സുവിശേഷം. ക്രിസ്തു മതത്തിൻ്റെ ദൗത്യവും സന്ദേശവും അത് ക്രിസ്തു തന്നെയാണ്. എന്താണ് നമ്മൾ പ്രസംഗിക്കേണ്ട സുവിശേഷം? നമ്മൾ പ്രസംഗിക്കേണ്ട സുവിശേഷം ക്രിസ്തു പഠിപ്പിച്ച കുറച്ച് സ്നേഹത്തിൻ്റെ വചനങ്ങളും ക്ഷമയുടെ വചനങ്ങളും, അല്ലെങ്കിൽ യേശുവിൻ്റെ സഹനശീലവും, അല്ലെങ്കിൽ യേശുവിൻ്റെ വിപ്ലവവീര്യവും, യേശുവിൻ്റെ ആ രീതിയിലുള്ള എന്തെങ്കിലും പെരുമാറ്റ ശൈലിയും അതല്ല നമ്മൾ പ്രസംഗിക്കേണ്ട സുവിശേഷം. അതൊക്കെ ഉണ്ട് ഇതിൽ. പക്ഷെ അതല്ല ശരിയായ സുവിശേഷം. ശരിക്കുള്ള സുവിശേഷം എന്ന് വെച്ചാൽ യേശുവിനെ പ്രസംഗിക്കുക, യേശുവിൻ്റെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി, യേശു. അതാണ് പറയുക, ക്രിസ്തു മതത്തിൻ്റെ ദൗത്യവും സന്ദേശവും സുവിശേഷവും അതാരാണ്? ക്രിസ്തു തന്നെയാണ്. ഇന്ന് മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ പലരും യേശുവിനെ പറ്റിയല്ല നമ്മൾ പ്രസംഗിക്കേണ്ടത്. മറിച്ച് യേശുവിൻ്റെ സ്വഭാവം, ചില സ്വഭാവ സവിശേഷതകൾ, അവൻ്റെ സഹനശക്തി,
അവൻ്റെ തെറ്റ് കാണുമ്പോൾ പ്രതിഷേധിക്കാനുള്ള അവൻ്റെ ആ ഒരു രീതി, അല്ലെങ്കിൽ അവൻ്റെ വിപ്ലവ വീര്യം, അല്ലെങ്കിൽ അവൻ്റെ ക്ഷമാശീലം, അല്ലെങ്കിൽ യേശു നടന്ന സ്നേഹത്തിൻ്റെ വഴികൾ, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുക. യേശുവിനെ പറ്റി പഠിപ്പിക്കലല്ല, യേശുവിൻ്റെ ആ സ്വഭാവ ശൈലികൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന്, അതാണ് സുവിശേഷം എന്ന് കരുതിയിരിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതല്ല യഥാർത്ഥ സുവിശേഷം. സുവിശേഷം എന്ന് വെച്ചാൽ അത് യേശുവാണ്. ഞാൻ ഓർക്കാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സെമിനാരിയിലൊക്കെ ചേരുന്നതിന് മുമ്പ് എൻ്റെ ഈ ശരീരം മുഴുവൻ രോഗിയായി കിടന്ന ഏതാനും 3-4 വർഷങ്ങളുണ്ട്. അന്ന് വീട്ടിലായിരിക്കുമ്പോൾ വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടം. അന്ന് ഞാൻ വലിയ സങ്കടത്തിലൂടെ, രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ എത്ര ചെയ്തിട്ടും ചികിത്സ ചെയ്തിട്ടും രോഗം മാറുന്നില്ല. ഒരു ദിവസം ഈ രോഗം മൂർച്ഛിച്ച് ഞാൻ കിടക്കയിൽ കിടന്ന് ഉരുളുമ്പോൾ, സങ്കടപ്പെട്ട് കിടക്കുമ്പോൾ എൻ്റെ അമ്മ വന്ന് എൻ്റെ തലയിൽ ഇങ്ങനെ തലോടി ഇങ്ങനെ പറഞ്ഞു, ഇനിയിപ്പോൾ ഏത് ഡോക്ടറെ എഴുതി കൊണ്ടുപോകും, ഇനി ഏത് ഡോക്ടറെ എഴുതി കൊണ്ടുപോകും, ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അത്രമാത്രം ഡോക്ടേഴ്സിനെ കണ്ടു, ആർക്കും ഇതിൻ്റെ രോഗകാരണം പിടികിട്ടുന്നില്ല. എല്ലാവരും ഇങ്ങനെ നിസ്സഹായരായി നിൽക്കുകയാണ്. എന്നാൽ ഈ രോഗം വിട്ട് മാറുന്നില്ല. കഠിനമായ വയറുവേദന ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഈ വയറുവേദനയിൽ പൊളഞ്ഞ് അങ്ങനെ തളർന്ന് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാനൊരു വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ അച്ഛൻ്റെ അവസ്ഥ ഇന്നത്തെ പോലെ വചനം അല്ലെങ്കിൽ ക്രിസ്തു അങ്ങനത്തെ ഒരു ചിന്ത അധികം ഇല്ല. അന്ന് എൻ്റെ നവീകരണത്തിൻ്റെ ആദ്യ കാലഘട്ടമാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ ഈവൻ ഈ ബൈബിളിൽ ഒരു വചനഭാഗം എടുക്കാൻ പോലും എനിക്കറിയില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ നിന്നപ്പോൾ ഒരു വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വചനമാണെന്ന് തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മനസ്സിലായത്. ഞാൻ പല്ല് തേക്കാനും മറ്റൊക്കെ പോകുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വാക്ക് ഞാനിങ്ങനെ, ഒരു വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു വാചകം. എന്താണ് വാചകം? അതിങ്ങനെയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനം. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായൊരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതാണ് വചനം. അപ്പം ഞാൻ ഇതിനെപ്പറ്റി പെട്ടെന്ന് ചിന്തിച്ചു. ഞാൻ എന്തീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ വചനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയൊരു രക്ഷയുടെ സന്ദേശം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായൊരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് തലേ ദിവസം രാത്രിയിൽ ഈ വേദനയാൽ കിടന്നുറങ്ങിയപ്പോൾ കണ്ട ഒരു വലിയൊരു ദർശനം, ഒരു സ്വപ്നം കർത്താവ് ഓർമ്മപ്പെടുത്തി തന്നത്. എന്താണ് ആ സ്വപ്നത്തിൽ ഞാൻ കണ്ടത്? ഈ വചനം ഇങ്ങനെ എഴുതി കാണിക്കുകയാണ്. ഈ വചനം ഇങ്ങനെ എഴുതി കാണിച്ച് ലൂക്കാന്ന് എഴുതിയിട്ട് 2 എന്നിട്ട് ഒരു സ്ലാഷ് ഇട്ട് 10, 2:10, ലൂക്ക 2:10. ഈ വചനം ആദ്യമായി കർത്താവ് എഴുതി കാണിച്ചു തന്നൊരു വചനമാണ് ലൂക്ക 2:10. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ഇതാ ഭയപ്പെടേണ്ട, നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, സകല ജനത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി ഒരു രക്ഷയുടെ സന്ദേശം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ കണ്ടത് രക്ഷയുടെ സന്ദേശമാണെങ്കിൽ ഇവിടെ എഴുതി വച്ചിരിക്കുക, സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് വെച്ചാൽ നല്ല വിശേഷം, സദ്വാർത്ത, നല്ല വാർത്ത എന്നൊക്കെയാണ് അതിനെ പറയുക. നല്ല വാർത്ത, സുവിശേഷം, വിശേഷം, സുവിശേഷം, നല്ല വിശേഷം, നല്ല വാർത്ത, സദ്വാർത്ത, അതല്ലേ പറയുക. ദൂതൻ അവരോട് പറഞ്ഞു, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത, സുവിശേഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എന്താണ് ഈ സുവിശേഷം? നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു, ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഇതാണ് സുവിശേഷം. നമ്മൾ പ്രസംഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷം ഇതാണ്. യേശു ഇന്നും ജീവിക്കുന്നു. യേശു ആണ് ഏകരക്ഷകൻ, യേശുവാണ് ലോകരക്ഷകൻ, യേശുവാണ് പാപമോചകൻ, യേശുവിലൂടെ മാത്രമാണ് രക്ഷ. ഇതാണ് നമ്മൾ പ്രസംഗിക്കേണ്ട സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷം 14:6 പറയുന്നില്ലേ, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല.
അപ്പോസ്തല പ്രവർത്തനം 4:12 പറയുന്നില്ലേ, മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. ഇതാണ് പറയുക. പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസ് എന്താ പറഞ്ഞത്, എന്താണ് സുവിശേഷം അവിടെ കാണാൻ സാധിക്കും. പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പത്രോസ് പ്രസംഗിച്ചത് മുഴുവനും യേശു എന്ന വ്യക്തിയെ പറ്റിയാണ് പ്രസംഗിക്കുക. യേശു നടന്ന വിപ്ലവവീര്യോ അല്ലെങ്കിൽ സഹനത്തിൻ്റെ പാതയോ അല്ലെങ്കിൽ യേശുവിൻ്റെ സ്നേഹശൈലിയോ അതൊന്നല്ല അദ്ദേഹം ആദ്യം പ്രസംഗിച്ചത്. അദ്ദേഹം പ്രസംഗിക്കുക യേശു എന്ന വ്യക്തി. യേശു എന്ന വ്യക്തിയുടെ പ്രത്യേകത എന്താ പറയുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 2:36 അദ്ദേഹം പ്രഖ്യാപിച്ചു, അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമായി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവനും അറിയട്ടെ. ഇതാണ് പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ ചുരുക്കം. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവനും അറിയട്ടെ. ഇങ്ങനെയാണ് പറഞ്ഞത്. ഇത് ഈ പ്രസംഗം കേട്ടപ്പോൾ ആളുകളൊക്കെ ഓടി വന്ന് ചോദിച്ചു, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പത്രോസ് എന്താ പറഞ്ഞത് അവരോട്? പത്രോസ് അവരോട് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ. ഈ വചനം പറയുകയാണ് 38-ാമത്തെ തിരുവചനം 2:38 അപ്പോസ്തല പ്രവർത്തനം. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, അപ്പം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. യേശുവിനെ ഏകരക്ഷകനായി സ്വീകരിക്കുക, അനുദപിക്കുക, യേശുവിനെ ഏകരക്ഷകനായി സ്വീകരിക്കുക. അപ്പം എന്ത് കിട്ടും? പരിശുദ്ധാത്മാവിന് കിട്ടും. ഏകരക്ഷകൻ. അതാണ് വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 16:31 പറയുന്നില്ലേ, ആ കാവൽക്കാരൻ അദ്ദേഹം വന്ന് ചോദിക്കുകയാണ് പൗലോസിനോട്, സഹോദരന്മാരെ, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ തന്നെ പൗലോസ് അവരോട് പറഞ്ഞു, പൗലോസും സീലാസും പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും രക്ഷപ്പെടും, കുടുംബവും രക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, യേശു എന്ന വ്യക്തി, ആ വ്യക്തിയെയാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. അതുകൊണ്ടല്ലേ പറയുക, ഞാനൊരിക്കൽ ഒരു മിഷൻ സൺഡേ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ മിഷൻ സൺഡേയുടെ സന്ദേശം തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഒരു വചനം ഇങ്ങനെ എടുത്തു. ആ വചനം എടുത്തപ്പോൾ കിട്ടിയ സന്ദേശം ഇതാണ്, 1 പത്രോസ് 3:15. അതിനെ ഒത്തിരി സ്വാധീനിച്ചു. കാരണം മിഷൻ സൺഡേയുടെ ഒരു സന്ദേശം തരണേ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചെടുത്തപ്പോൾ കിട്ടിയ വചനം ഇതാണ്, 1 പത്രോസ് 3:15. യേശു ക്രിസ്തുവിനെ കർത്താവായി നിൻ്റെ ഹൃദയത്തിൽ പൂജിക്കുക. യേശുവിനെ കർത്താവായി നിൻ്റെ ഹൃദയത്തിൽ പൂജിക്കുക. ഇതാണ് നമ്മൾ പ്രസംഗിക്കേണ്ട സുവിശേഷം. എന്താണ് സുവിശേഷം? നമ്മൾ പ്രസംഗിക്കേണ്ട സുവിശേഷം യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുക. അതാണ് യോഹന്നാൻ സുവിശേഷം 6:29 തിരുവചനം. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. കണ്ടോ, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുകയാണ് ദൈവഹിതപ്രകാരമായ പ്രവൃത്തി. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ഇത് നമ്മൾ പ്രസംഗിക്കണം. ഇത് മറ്റുള്ളവരുടെ യേശുവിനെ പറ്റി പറയണം. യേശുവിനെ പറ്റി പറയുന്നില്ലെങ്കിൽ എന്തുണ്ടാവും? ദുരിതങ്ങളുണ്ടാവും. അതല്ലേ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:9 തിരുവചനം. എന്താ വചനം പറയുക? റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഒരു വ്യക്തി രക്ഷ പ്രാപിക്കുന്നത് എങ്ങനെയാണ്? യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയണം. ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ. മാമോദിസയും നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് യേശു കർത്താവാണെന്ന്. പക്ഷെ അത് മാത്രം മതി. ഇന്ന് ഭൂരിഭാഗം പേര് അങ്ങനെയല്ല ചെയ്യുന്നത്. ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിൽ ഈ അത്ഭുതങ്ങൾ ജപമാലയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളൊന്നും ചിന്തിച്ച് നോക്കിയാൽ, എത്ര വയസ്സായി നമുക്ക്, എത്ര വർഷമായി നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ട്, എത്ര കാലമായി നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നു. യേശുവിനെ പറ്റി ഞാൻ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട്? യേശു എന്ന ഒരു പേര് എത്ര പേരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് യേശുവിനെ പറ്റി? ഈശോ എനിക്ക് തന്നൊരു അനുഭവം, ഒരു സാക്ഷ്യം, ഞാൻ അനുഭവിച്ചറിഞ്ഞ കർത്താവിനെ പറ്റി നമ്മൾ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട്? നമ്മൾ എവിടെയെങ്കിലും പ്രേക്ഷിത വേല ചെയ്യുന്നുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും ഈ ലോകം മുഴുവനും സുവിശേഷ വേല എത്തിച്ചേരാൻ വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ടോ? അങ്ങനെ സുവിശേഷ വേലയെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേറെ രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു? എന്തെങ്കിലും എവിടെയെങ്കിലും നീ എപ്പോഴെങ്കിലും യേശുവിനെ പറ്റി പറയുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ബുദ്ധിമുട്ടും ദുരിതമൊക്കെ വരുന്നതിൻ്റെ ഒരു കാരണം?
സുവിശേഷ വേല ചെയ്യുന്നില്ല. ഈ അടുത്ത് ഒരു സിസ്റ്റർ, ആ സിസ്റ്ററുടെ വ്യക്തി ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ, അതായത് ആയിരിക്കുന്ന അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ആ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷ മണ്ഡലത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, തർക്കങ്ങൾ അതിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ഈ സിസ്റ്റർ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി പ്രാർത്ഥനക്കാരുടെ അടുത്ത് പോകുന്നുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും ഓവർകം ചെയ്യാനോ ഈ പ്രശ്നങ്ങൾ മാറിപ്പോവുകയോ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് ആകെ വളരെ സങ്കടപ്പെട്ട് ഡിപ്രഷൻ വന്ന പോലെയായി, കരഞ്ഞ് കണ്ണു കലങ്ങി വേദനിച്ച് ഇത് അച്ഛൻ നടത്തിയൊരു സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിൽ വരികയാണ്. ഈ മകൾ വന്ന് പറഞ്ഞു, അച്ഛാ ഇതേ മാസങ്ങളായി എൻ്റെ ഈ പ്രശ്നങ്ങൾ കൊണ്ട് പ്രശ്നം, ഒന്നിനു പുറകെ ഒന്ന് പ്രശ്നം, എനിക്ക് ഈ എന്തോ വല്ല മാനസിക രോഗം വരും, അതുപോലെയുള്ള സങ്കടത്തിലും വിഷമത്തിലും ടെൻഷനിലും ഈ മകൾ കടന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയെ സമർപ്പിച്ച് ഞാൻ അല്പസമയം കണ്ണുകളടച്ച് ഈ മകളുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അല്പസമയം പ്രാർത്ഥിച്ച് സ്തുതിച്ചിരിക്കുന്ന സമയത്ത് കർത്താവ് എനിക്ക് തന്ന വചനമാണ് നമ്മൾ നേരത്തെ വായിച്ചു കേട്ടത്, ആമുഖമായിട്ട് വായിച്ചു കേട്ടത്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഈ വചനമാണ് കർത്താവ് എഴുതി കാണിച്ചത്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. സിസ്റ്റർ വ്യക്തിപരമായ രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ മാറിപ്പോകാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, സിസ്റ്ററുടേതായ രീതിയിൽ വിശുദ്ധി ജീവിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ സിസ്റ്റർ എന്ത് ചെയ്യുന്നില്ല? സുവിശേഷം പ്രസംഗിക്കുന്നില്ല. യേശുവിനെ പറ്റി 4 പേരോട് പറയണ്ടേ? അതിന് വേണ്ടിയിട്ടല്ലേ ഉടുപ്പ് കിട്ടിയിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടല്ലേ ജീവിതം മാറ്റി വെച്ചിരിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും വ്യക്തിയോട് പറയുന്നുണ്ടോ? ഇല്ല. ഇതൊരു സിസ്റ്ററുടെ കാര്യം മാത്രമല്ല അച്ഛൻ പറയുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. മർക്കോസ് 16:15 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾ ജ്ഞാനസ്നാനം കൊടുക്കുക. അതേറെ മത്തായി 28:19 കർത്താവ് നമുക്ക് തന്നിട്ടുള്ള കൽപ്പനയാണത്. 11 ശിഷ്യന്മാർക്ക് മാത്രം കൊടുത്ത കൽപ്പനയല്ല. അതല്ലേ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ എല്ലാ ക്രിസ്ത്യാനികളും മിഷണറിമാരാണ്, എല്ലാ ക്രിസ്ത്യാനികളും മിഷണറിമാരാണെന്ന് 2ാം വത്തിക്കാൻ കൗൺസിലും പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഈ ഡ്യൂട്ടി ഉണ്ട്. ഏതാണ് ഡ്യൂട്ടി? കടപ്പാട്, കടമ. ആ കടമയാണ് സുവിശേഷം പ്രഘോഷിക്കുക. വിശുദ്ധ ചാവറ പിതാവ് പറയുന്നുണ്ട്, അന്യർക്ക് ഒരു നന്മ പോലും ചെയ്യാത്ത ദിവസം നിൻ്റെ ആയുസ്സിലുണ്ടാവരുത്. ഞാൻ ചിന്തിക്കുന്നത് അതിനെപ്പറ്റി ഇങ്ങനെയാണ്. നന്മ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. നന്മ എന്ന് പറയുന്നത് ഈശോയാണ് നന്മ. അന്യരോട് ഒരു പ്രാവശ്യമെങ്കിലും യേശുവിനെ പറ്റി പറയാത്തൊരു ദിവസം ഉണ്ടെങ്കിൽ അത് നിൻ്റെ ആയുസിൻ്റെ ഗണത്തിൽ കൂട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യേശുവിനെ പറ്റി പറയാത്തൊരു ദിവസം അത് നിൻ്റെ ആയുസ്സിൽ ദൈവം കൂട്ടില്ല. ഒരു ക്രിസ്ത്യാനിയായിട്ട് നിനക്ക് യേശുവിനെ പറ്റി പറയാൻ എത്ര അവസരങ്ങളുണ്ട്, എത്ര പേര് നീ കണ്ടുമുട്ടുന്നുണ്ട്. ചിലപ്പോൾ ഡ്രൈവേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ പഠിപ്പിക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ ബിസിനസ്സുകാരായിരിക്കാം. എത്ര ബന്ധുമിത്രാദികളോട്, സ്വന്തക്കാരോട്, അയൽപ്പക്കക്കാരോട്, അല്ലെങ്കിൽ നമ്മളായി കോണ്ടാക്ട് ചെയ്യുന്നവരോട് എത്രയോ സാഹചര്യങ്ങൾ. ആ സാഹചര്യം നോക്കി യേശുവിനെ പറ്റി പറയാനുള്ള സാഹചര്യം ഇഷ്ടം പോലെയുണ്ട്. ഒരാളോടെങ്കിലും ഇത്ര കാലമായിട്ട് നീ യേശുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടും? ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതമാണ്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുക, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അതുകൊണ്ടല്ലേ വചനം പറയുന്നത്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അടുത്ത് കേട്ടോ, അവൻ അധരം കൊണ്ട് ഏറ്റു പറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ അധരം കൊണ്ട് ഏറ്റു പറയുകയും വിശ്വസിച്ചതുകൊണ്ട് നീതീകരിക്കപ്പെടുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ എപ്പോഴാണ് രക്ഷ പ്രാപിക്കുക? ആ വിശ്വസിച്ചാൽ മാത്രം പോരാ, അത് അധരം കൊണ്ട് ഏറ്റു പറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അത് അധരം കൊണ്ട് ഏറ്റു പറയണം. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതല്ലേ ഈ പൗലോസ്ലീഹ എങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുക, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് ഒഴിവാക്കി അതെൻ്റെ കാട്. ഞാൻ ചെയ്യേണ്ട പരിപാടിയാണത്, ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണത്, ഞാൻ ചെയ്യണത്. ഏത് ജീവിതാന്തസ്സാണെങ്കിലും അത് ചെയ്യണം. അതുകൊണ്ടല്ലേ പറയുക, റോമ 10 പറയുകയാണ്, റോമ 10:14 എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ എങ്ങനെ അവർ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗനില്ലാതെ എങ്ങനെ കേൾക്കും? ഐക്യപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരം. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. കണ്ടോ, വിശ്വാസം ഇടുന്ന കേൾവിയിൽ നിന്നാണ്. കേൾവി ആരിൽ നിന്നാണ്? ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കണം. പ്രസംഗത്തിൽ നിന്നാണ് വിശ്വാസം വരിക. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നാണ്. അപ്പം ക്രിസ്തുവിനെ പറ്റി കേൾക്കണമെങ്കിൽ ആദ്യം ക്രിസ്തുവിനെ പറ്റി നമ്മൾ പറയണം. പറയാതെ എങ്ങനെ വിശ്വസിക്കും? പറയാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ ആളുകൾ വിശ്വസിക്കും? ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ,
മനസ്സുകൊണ്ട് നീ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, ഈ വിശ്വസിച്ച കർത്താവിനെ നീ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അതുകൊണ്ട് ഈ നമ്മൾ ഈ വചനം വായിക്കുക മാത്രം ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ മാത്രം വിശ്വസിച്ച് ഇങ്ങനെ കടന്നു പോകുന്നവരാണെങ്കിൽ രക്ഷ പ്രാപിക്കില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള വ്യക്തികളെ പറ്റി പറയുക അവിശ്വസ്തനായ കാര്യസ്ഥനെ തുല്യമാണ്. എന്താണ് അവിശ്വസ്തനായ ഭൃത്യൻ? അവിശ്വസ്തനായ ഭൃത്യൻ്റെ പ്രത്യേകത എന്താ? അദ്ദേഹത്തിന് കിട്ടിയ താലന്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. വചനം ഒരു താലന്താണ്. വചനം കണ്ടിട്ട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാതിരിക്കുന്ന മക്കൾ, യേശു ഏകരക്ഷകനാണെന്ന് അറിയാം, യേശു ആണ് ഏകരക്ഷകൻ, പാപമോചകൻ, സൗഖ്യദായകൻ എന്നൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് യേശുവിനെ പറ്റി ഒരു സ്ഥലത്തും മിണ്ടാതിരിക്കുന്ന മക്കൾ ഈ അവിശ്വസ്തനായ ഈ ഭൃത്യൻ്റെ ഉപമയിൽ പറഞ്ഞ ഈ മനുഷ്യനെ പോലെയാണ്, ഈ ഭൃത്യനെ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഈ താലന്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടു, അത് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചില്ല. പലരും ഈ വിശ്വാസം കൊണ്ടൊന്ന് കുഴിച്ചിടുകയാണ്. വിശ്വാസത്തെ എങ്ങനെ കുഴിച്ചിടുക? യേശു ഏകരക്ഷകൻ എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടൊന്ന് കുഴിച്ചിടുകയാണ്. അതിനെപ്പറ്റി ആരോടും മിണ്ടുന്നില്ല. ആ വിശ്വാസത്തിന് നിന്നെ രക്ഷിക്കാൻ പറ്റുമോ? നീ വിശ്വാസം പ്രസംഗിക്കണ്ടേ, മറ്റുള്ളവർ പറയണ്ടേ? അതല്ലേ വിശുദ്ധ പൗലോസ്ലീഹ അപ്പസ്തലപ്രവർത്തനം 16-ാം അധ്യായത്തിൽ തടവറയിൽ അത്ഭുതം 16-ാം അധ്യായം, പൗലോസും ശീലാസും ഇവർ രണ്ടുപേരും തടവറയിലിട്ടിരിക്കുകയാണ്. അവിടെ വലിയൊരു അത്ഭുതം സംഭവിച്ചെന്ന് നമുക്കറിയാം. അത്ഭുതം സംഭവിച്ചു. ഈ കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, വാതിൽ തുറക്കപ്പെട്ടു, എല്ലാവരും ചങ്ങല അഴിഞ്ഞു വീണു. എന്തുണ്ടായി? കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗൃഹ വാതിലുകളൊക്കെ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ വാളെടുത്ത് അദ്ദേഹം ആത്മഹത്യക്ക് ഒരുങ്ങിയപ്പോൾ എന്തുണ്ടായി? പൗലോസ്ലീഹ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്, വിളക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് ഓടി. പേടിച്ച് വിറച്ച് അവൻ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കാൽക്കൽ വീണു. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവർ അവനോടും അവൻ്റെ വീട്ടിലുള്ളവരോടും യേശുവിൻ്റെ വചനം പ്രസംഗിച്ചു. അവൻ ആ രാത്രി തന്നെ അവരെ കൊണ്ടുപോയി അവരുടെ മുറിവുകൾ വെച്ചുകെട്ടി. അപ്പോൾ തന്നെ അവൻ്റെ കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും അവൻ്റെ കുടുംബാംഗങ്ങളും അത്യധികം സന്തോഷിച്ചു. ഹല്ലേലൂയ. കണ്ടോ, പൗലോസ്ലീഹ തന്നെ ഇത്രമാത്രം പ്രഹരിക്കുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്ത വ്യക്തി, ആ വ്യക്തിക്ക് ഒരു ദുരിതം വന്നപ്പോൾ അദ്ദേഹം ചോദിക്കുക, യജമാനന്മാരെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു സാഹചര്യം കിട്ടിയ ഉടനെ തന്നെ പൗലോസും ശീലാസും യേശുവിൻ്റെ വചനം പ്രസംഗിക്കുകയാണ് ആ മനുഷ്യനോട്. ആ വചനം പ്രസംഗിച്ചപ്പോൾ എന്തുണ്ടായി? അദ്ദേഹം മാനസാന്തരപ്പെട്ടു. അന്ന് രാത്രിയിലെ മാമോദിസ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബവും വലിയ സന്തോഷം കൊണ്ട് നിറയുകയാണ്. കണ്ടോ, ഒരിക്കലും കൊർണേലിയൂസ് എന്ന പേരുള്ള ഒരു വ്യക്തി അപ്പോസ്തലപ്രവർത്തനം 10-ാം അധ്യായത്തിൽ കാണാം. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അല്ലെങ്കിൽ മാലാഖ പറഞ്ഞു, ദേ പത്രോസ് എന്ന വ്യക്തിയെ വിളിച്ചു വരുത്തുക, അദ്ദേഹം ഇന്ന വീട്ടിലുണ്ട്. പത്രോസ് ആ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പത്രോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ദേ നിന്നെ കൊർണേലിയൂസ് എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കും, നീ ചെന്നോളോ. ചെന്നിട്ട് ആ വ്യക്തിയോട് ദൈവത്തിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ ഈശോയെ പറ്റി പറഞ്ഞോളോ. വചനം പറയുകയാണ്, അപ്പോസ്തലപ്രവർത്തനം 10:22, നീതിമാനും ദൈവഭയമുള്ളവനും യഹൂദജനത്തിന് മുഴുവൻ സമ്മതനുമായ കൊർണേലിയൂസ് എന്ന ശതാധിപൻ നിന്നെ ആളയച്ച് വീട്ടിലേക്ക് കൊണ്ടു ചെല്ലണമെന്നും നിന്റെ വാക്കുകൾ കേൾക്കണമെന്നും ദൂതനിൽ നിന്ന് നിർദ്ദേശം ഉണ്ടായി. ദൈവദൂതൻ നിർദ്ദേശിക്കുകയാണ് കൊർണേലിയൂസ് എന്ന വ്യക്തിയോട്, നീ പത്രോസിൻ്റെ വാക്ക് കേൾക്കണം. പത്രോസിൻ്റെ വാക്ക് എന്താണ്? പത്രോസിൻ്റെ വാക്ക് യേശുവിനെ പറ്റി കേൾക്കുക. യേശുവിനെ പറ്റി കേൾക്കാനായിട്ട് ദൈവദൂതൻ കൊർണേലിയൂസിനോട് പറയുക, യേശുവിനെ പറ്റി കേൾക്കുക. പത്രോസ് ചെന്നു. പത്രോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ കൊർണേലിയൂസിൻ്റെ അടുത്ത് പോയിട്ട് സുവിശേഷം പ്രസംഗിക്കുക. എന്ത് സംഭവിച്ചു? പത്രോസ് പോയി. വീണ്ടും അപ്പോസ്തലപ്രവർത്തനം 10:34, പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി. കർത്താവ് നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതെല്ലാം കേൾക്കാൻ ഇതാ ദൈവസന്നിധിയിൽ ഞങ്ങളെല്ലാവരും സന്നിഹിതരായിരിക്കുക. കൊർണേലിയൂസ് ആ വീട്ടിലുള്ള എല്ലാവരും വിളിച്ചു കൂട്ടി. അദ്ദേഹത്തിന് അറിയാവുന്നവരൊക്കെ വിളിച്ചു കൂട്ടി. എല്ലാവരും പത്രോസിന് മുമ്പിലിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഈ നവജീവൻ്റെ വചനം, യേശുവിനെ പറ്റി കേൾക്കുക. യേശു ഏകരക്ഷകൻ, ഈ പാപമോചകൻ, യേശുവിൻ്റെ വ്യക്തിത്വം, ഇതാണ് നമ്മൾ പ്രസംഗിക്കേണ്ട സുവിശേഷം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശ്വസിച്ചതുകൊണ്ട് മാത്രം ഒരാളും ക്രിസ്ത്യാനിയാവില്ല. അതാണ് വചനം പറയുക. അപ്പോസ്തലപ്രവർത്തനം 11-ാം അധ്യായത്തിൽ ആദ്യമായിട്ട് ഈ യേശുവിൽ വിശ്വസിച്ചവർ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് വചനം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോസ്തലപ്രവർത്തനം 11:25 വചനം പറയുകയാണ്, 1 വർഷം മുഴുവനും അവർ അവിടുത്തെ സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും
വളരെ പേരെ പഠിപ്പിക്കുകയും ചെയ്തു. അന്ത്യോക്യായിൽ വെച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെട്ടത്. കേട്ടോ, എങ്ങനെ ഒരു ദിവസം 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടൊന്നും ആരും ക്രിസ്ത്യാനിയാന്ന് വിളിക്കപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവർ ക്രിസ്ത്യാനിയാന്ന് വിളിക്കപ്പെട്ടത്? 1 വർഷം മുഴുവനും അവർ അവിടുത്തെ സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും വളരെ പേരോട് യേശുവിനെ പറ്റി പഠിപ്പിക്കുകയും ചെയ്തു. വിശ്വസിച്ചതുകൊണ്ട് മാത്രമല്ല അവർ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെട്ടത്. വിശ്വസിച്ചതുകൊണ്ട് ആരും ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നില്ല. മറിച്ച് എപ്പോഴാണ് ഒരു വ്യക്തി ക്രിസ്ത്യാനി എന്ന വാക്കിന് ശരിക്കും അർഹനായി തീരുക? അത് വിശ്വസിക്കണം, അത് അതരം കൊണ്ട് ഏറ്റു പറഞ്ഞ് മറ്റുള്ളവരോട് പഠിപ്പിക്കണം. അതാണ് പറയുന്നത്. സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും വളരെ പേരെ യേശുവിനെ പറ്റി പഠിപ്പിക്കുകയും ചെയ്തു. അവിടെ വെച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. കണ്ടോ? അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മൾക്ക് ഇഷ്ടംപോലെ അവസരങ്ങൾ ദൈവം ഒരുക്കി കൊണ്ടുവരുന്നുണ്ട്. നീ ഒരാളോട് യേശുവിനെ പറ്റി പറഞ്ഞാൽ കാണുന്നവരോടെല്ലാം യേശുവിനെ പറ്റി പറയാനുള്ള കൃപ ദൈവം നിനക്ക് തരും. നാളൊരു സഹോദരി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു ഓർക്കുകയാണ്, അമ്മ ആൾക്ക് ഒത്തിരി കടബാധിയാണ്. പക്ഷെ ഒത്തിരിയേറെ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. പക്ഷെ അത് വിറ്റ് പോയി കഴിഞ്ഞാൽ കടം വീട്ടാൻ പറ്റും, പക്ഷേ അത് വിറ്റ് പോകുന്നില്ല. അങ്ങനെയുള്ള അവസരത്തിൽ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടും ഒന്നും സംഭവിക്കാത്ത അവസ്ഥ. അങ്ങനെ ഇരിക്കെ ഈ വചനം എൻ്റെ മനസ്സിൽ തറച്ചു. എന്താണത്? ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഒരു പക്ഷേ എൻ്റെ ദുരിതത്തിന് കാരണം ഞാൻ സുവിശേഷം പ്രസംഗിക്കാത്തതായിരിക്കുമെന്ന് ഈ സഹോദരിക്ക് മനസ്സിലായി. കാരണം ഈ സഹോദരി സാധാരണ ഒരു വീട്ടമ്മ. അത് പള്ളി പോകും, കുർബാന കാണും, തിരിച്ചു വരും, പള്ളി പോകും, കുർബാന കാണും, തിരിച്ചു വരും, കുമ്പസാരിക്കും. അങ്ങനെ സാധാരണ ഒരു സ്ത്രീയായിട്ട് ഇങ്ങനെ പോവുകയാണ്. എന്നാൽ പള്ളിയിലെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിലോ മറ്റ് സംഘടനകളിലോ അങ്ങനത്തെ സുവിശേഷ വേലയായിട്ട് ഒരു ബന്ധമില്ല. സാധാരണ ഒരു വിശ്വാസിയായിട്ട് ജീവിക്കുകയാണ്. ഈ വചനം മനസ്സിൽ തറച്ചു കയറിയപ്പോൾ ഇത് അവരുടെ ഇടവകയിലെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ചെന്നു. അവരുടെ പ്രേക്ഷിത ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. എല്ലാ ആഴ്ചയിലോ മറ്റോ ഉള്ള ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പോയി പങ്കെടുത്താനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്ത് സംഭവിച്ചു? ഈ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ചേർന്നതോടുകൂടി സുവിശേഷ വേല ചെയ്യാൻ തുടങ്ങിയോടുകൂടി ഇദ്ദേഹത്തിൻ്റെ ഈ സ്ഥലം, ഏക്കറക്കണക്കിന് സ്ഥലമുണ്ട്, അത് വിറ്റുപോയി. ആ വലിയ കടബാധ്യത, ആ കോടിക്കണക്കിന് കടമുണ്ടായത് അത് മാറിക്കിട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? നീ സുവിശേഷം പ്രസംഗിച്ച് തുടങ്ങിയേ. നിൻ്റെ ഈ സിസ്റ്ററുടെ കാര്യം ഇങ്ങനെ തന്നെ. സിസ്റ്റർ പോയി സുവിശേഷ വേല ആരംഭിച്ചു. ഒരു ദിവസം ഒരാളോടെങ്കിലും ഈശോയെ പറ്റി പറയാൻ സിസ്റ്റർ പ്രത്യേകം നിഷ്കർഷ കാണിച്ചു, ശ്രദ്ധ കാണിച്ചു. മൊബൈലിൽ ആളുകളും പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോഴോ വേറെ കാര്യങ്ങൾക്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ കാണാനായിട്ട് ആളുകൾ പലതും വരുമ്പോൾ യേശുവിനെ പറ്റി പറയാൻ ഒരു സമയം മാറ്റി വയ്ക്കുക. യേശുവിനെ പറ്റി ചിലപ്പോൾ ഒരു വചനമായിരിക്കാം, ചിലപ്പോൾ ഇന്ന ധ്യാനത്തിന് പോയി പങ്കെടുക്കാനായിരിക്കാം, ചിലപ്പോൾ ഈ അത്ഭുതങ്ങളുടെ ജപമാലയിൽ നിന്ന് പങ്കെടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് ഈ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ മൊബൈലിൽ ഒരു വചനം അയച്ചു കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോൾ എന്തെങ്കിലും വിഷമം ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ക്രൈസ്തവരായ ആരെങ്കിലും ആയിക്കോട്ടെ, അവരോട് യേശുവിനെ പറ്റി പറയുക. നിനക്ക് കിട്ടിയൊരു സാക്ഷ്യത്തെ പറ്റി പറയുക, നിനക്ക് കിട്ടിയൊരു കൊച്ചു ദൈവാനുഭവത്തെ പറ്റി പറയുക. യേശുവിനെ പറ്റി പറയാത്ത ഒരു ദിവസം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അങ്ങനെ നീ പറഞ്ഞു നോക്കിയേ, നീ രക്ഷ പ്രാപിക്കും, നിനക്ക് പ്രതിഫലം കിട്ടും. മനസ്സിലായോ? അതാ പറയുക. നീ സ്വമനസാത് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിനക്ക് പ്രതിഫലം തരും. കർത്താവ് പറഞ്ഞില്ലേ, എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗ്ഗസ്നായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. അതുകൊണ്ടാണ് 2-ാം വത്തിക്കാൻ കൗൺസിൽ പ്രേക്ഷിത പ്രവർത്തനത്തെ പറ്റി പറയുന്ന ഒരു ഭാഗം അച്ഛൻ വായിച്ച് കേൾപ്പിക്കുക. 2-ാം വത്തിക്കാൻ കൗൺസിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഡിഗ്രിയിൽ 7-ാമത്തെ ഖണ്ഡിക അച്ഛൻ വായിക്കാം. പ്രേക്ഷിത പ്രവൃത്തിയുടെ പ്രാധാന്യം. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നും സത്യം അറിയണമെന്നും ഇച്ഛിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമാണ് പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള സാധൂകരണം. കാരണം ദൈവം ഒന്നേയുള്ളൂ, ദൈവത്തിനും മനുഷ്യനും മധ്യേയുള്ള മധ്യസ്ഥനും ഒന്നേയുള്ളൂ. കാരണം ദൈവം ഒന്നേയുള്ളൂ, ദൈവത്തിനും മനുഷ്യനും മധ്യേയുള്ള മധ്യസ്ഥനും ഒരുവൻ മാത്രം, മനുഷ്യനായ ക്രിസ്തു. അവിടുന്ന് എല്ലാവരെയും വീണ്ടെടുക്കുന്നതിനായി സ്വയം സമർപ്പിച്ചു. അങ്ങിനല്ലാതെ മറ്റാരിലും രക്ഷയില്ല. അപ്പോസ്തലപ്രവർത്തനം 4:12. തന്മൂലം സഭയുടെ പ്രസംഗത്താൽ കണ്ടെത്തുന്ന ക്രിസ്തുവിലേക്ക് എല്ലാവരും മനസ്സ് തിരിഞ്ഞു വരണം. മാമോദീസ വഴി ക്രിസ്തുവിലും അവിടുത്തെ ശരീരമായ സഭയിലും അവർ ഐക്യപ്പെടണം. ക്രിസ്തു തന്നെ വിശ്വാസത്തിൻ്റെയും മാമോദീസയുടെയും ആവശ്യം വ്യക്തമായ രീതിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വാതിലിലൂടെ എന്നവണ്ണം മാമോദീസ വഴി മനുഷ്യരെല്ലാവരും പ്രവേശിക്കേണ്ടതിന് സഭ ആവശ്യമാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ക്രിസ്തുവിൻ്റെ സഭയെ ശ്രദ്ധിക്കുക.
അതിനാൽ ക്രിസ്തുവിൻ്റെ സഭയെ ഒരു അവശ്യ ഘടകമായി ദൈവം സ്ഥാപിച്ചു എന്ന് അറിഞ്ഞിട്ടും അതിൽ പ്രവേശിക്കാനും നിലനിൽക്കുവാനും വിസമ്മതിക്കുന്നവർ രക്ഷപ്പെടുക സാധ്യമല്ല. സ്വന്തം കുറ്റത്താൽ അല്ലാതെ സുവിശേഷം അറിയാതിരിക്കുന്നവരെ ദൈവം തനിക്ക് മാത്രം അറിയാവുന്ന മാർഗങ്ങളിലൂടെ വിശ്വാസത്തിലേക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അത്യന്താപേക്ഷിതമായ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ പാടുണ്ടെങ്കിലും സുവിശേഷം പ്രസംഗിക്കാനുള്ള ആവശ്യകതയും സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള ആവശ്യകതയും അതേസമയം അതിനുള്ള പരിശുദ്ധമായ അവകാശവും സഭയ്ക്കുണ്ട്. തന്മൂലം എക്കാലത്തും എന്നതുപോലെ എന്നും മിഷൻ പ്രവർത്തനത്തിൻ്റെ, അതായത് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ശക്തിയും ആവശ്യകതയും അഭംഗുരമായി നിലകൊള്ളുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസില് പ്രേക്ഷിത പ്രവർത്തനം 7ാമത്തെ ഖണ്ഡികയാണ് അച്ഛൻ വായിച്ചത്. പ്രേക്ഷിത പ്രവർത്തനം എക്കാലത്തും എന്നും ഒരു ആവശ്യകതയാണെന്ന് സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. സുവിശേഷം പ്രസംഗിക്കാനുള്ള ആവശ്യകത 1 കൊരിന്ത്യർ 9:16 എഴുതി വച്ചിരിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക, ദൈവത്തിൻ്റെ വചനം നമുക്ക് സ്വീകരിക്കാം. നമ്മൾ ഇനി ഇത്ര കാലം ജീവിച്ചിട്ട് ഇതുവരെ യേശുവിനെ പറ്റി പറയാത്ത അവസ്ഥയിലൂടെ ഒത്തിരി കടന്നു പോയിട്ട് എത്രയോ നാളുകളായി. ഇതുവരെ ഞാൻ വഴി ആരെങ്കിലും യേശുവിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടോ? മിക്കവാറും ഉത്തരം ഇല്ല എന്ന് തന്നെയായിരിക്കും. ആരെങ്കിലോട് യേശുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് കിട്ടിയ ദൈവാനുഭവം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ധ്യാനങ്ങൾക്ക് വിട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഈ ശുശ്രൂഷയിലേക്ക് നയിച്ചിട്ടുണ്ടോ? ദൈവത്തിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും യേശുവിനെ പറ്റി നീ പറയാൻ ഇടവന്നിട്ടുണ്ടോ? നീ വഴി ആരെങ്കിലും മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തിരുത്തുക. ഈ സമയം ആരാധനയിൽ ആ മേഖലയെല്ലാം സമർപ്പിച്ച് പ്രേക്ഷിതരായിത്തീരുക. എല്ലാവരും പ്രേക്ഷിതരായിത്തീരുക. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രേക്ഷിതരാവുക. ഈ വചനം മനസ്സിൽ ഉറപ്പിക്കുക. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഈ വചനം മനസ്സിൽ ഓർത്തുകൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തി സ്വമേധയാ സുവിശേഷം പ്രഘോഷിക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി ഒന്ന് സ്തുതിച്ചേൻ. അവിടെ പ്രതിഫലം കിട്ടും. ഞാൻ സ്വമേധയാ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. സുവിശേഷ വേല ചെയ്യാൻ തീരുമാനമെടുക്കുക. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് സുവിശേഷ വേല ചെയ്യുക. ഇടവകയിൽ സുവിശേഷ വേല ചെയ്യുക. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ബന്ധുമിത്രാദികളോട്, അയൽപ്പക്കക്കാരോട്, കണ്ടുമുട്ടുന്നവരോട് യേശുവിനെ പറ്റി പറയുക. തീരുമാനമെടുക്കുക. എല്ലാവരും പ്രേക്ഷിതരായി തീരട്ടെ. എല്ലാവരും മിഷണറിമാരായി തീരട്ടെ. എല്ലാവരും യേശുവിനെ പറ്റി പറയട്ടെ. നീ ഒരാളോട് ഒരു ദിവസം യേശുവിനെ പറ്റി പറഞ്ഞാൽ കാണുന്നവരോടെല്ലാം യേശുവിനെ പറ്റി പറയാനുള്ള വലിയ അഭിഷേകം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. ഇരു കരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുവൻ വിശ്വാസം മൂലം നീതീകരിക്കപ്പെടുന്നു. ഒപ്പം തന്നെ യേശുവിനെ പറ്റി പറയുമ്പോൾ ആ വ്യക്തി രക്ഷ പ്രാപിക്കുന്നു. സ്തുതിച്ചേ, സ്തുതിച്ചേ. പോരാ, 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 പോരാ. റോമ 10:9 വചന അഭിഷേകം. അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് നീതീകരിക്കപ്പെടുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്യാൻ വേണ്ടി സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. കണ്ണുകൾ അടച്ചൊന്ന് ഏകാഗ്രതയോടൊന്ന് സ്തുതിച്ചേ. കണ്ണുകൾ അടച്ചൊന്ന് സ്തുതിച്ചേ.